ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ, ദേഗ ഹോൾ ആണ് കേട്ടോ. ദേഗ ഓർഗാനിക്സിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഏകദേശം 2 ഇയർ ആയിട്ട് ദേഗയുടെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ളതെല്ലാം എനിക്കായിട്ട് പർച്ചേസ് ചെയ്തതല്ല കേട്ടോ, എല്ലാവർക്കും കൂടിയായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ദേഗിയ സെപ്റ്റംബർ മാസം ലാസ്റ്റ് ഒരു ഗോഡ് സെയിൽ നിന്നാണ്. ആ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് ഇത്രയും 50% ഓഫിലൊക്കെ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇതൊന്നും പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഒന്നിനും തോന്നുന്നില്ല. പിന്നെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ തന്നെ എൻ്റെ സൺസ്ക്രീൻ ഒന്നും ഇല്ല, എല്ലാം തീർന്നു പോയിട്ട് പിന്നെ ഒരു യൂസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യാതിരുന്നതാണ്. അപ്പം പിന്നെ എല്ലാം വാങ്ങിയാലേ ഉള്ളൂ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ദേഗിയുടെ പ്രോഡക്ട്സ്. എത്ര രൂപയാണെന്നും എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗമെന്നും അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന ടോണറാണ് കേട്ടോ. ഞാൻ 2 ഇയേഴ്സ് ആയിട്ട് ദേഗിയുടെ ടീ ട്രീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ടീ ട്രീ ടോണർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റിഫ്രഷ് ചെയ്യും. എനിക്ക് നന്നായി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് റിഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആക്നെ മാർക്സ് ഒക്കെ ഇത് റെഡ്യൂസ് ചെയ്യാറുണ്ട്. പോഴ്സിനെയൊക്കെ ടൈറ്റ് ചെയ്ത് സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ടീ ട്രീ ടോണർ ശരിക്കും ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്. ഇത് നമുക്കൊരു ഗ്ലോ തരും നമ്മുടെ സ്കിന്നിന്. ഞാൻ 2 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും പറയുന്നത് 490 ആണ് ഇതിൻ്റെ പ്രൈസ്. 388 എനിക്ക് ഈ ഗോഡ് സെയിലിൽ കിട്ടിയത്. അപ്പം ഞാൻ എപ്പോഴും ടോണർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതും ഞാൻ ദേഗയുടെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദേഗയുടെ അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്കൊന്ന് അത്യാവശ്യം വർത്താണ്, കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ വളരാനൊക്കെ ഈ അലോവേര ജെല്ല് സഹായിക്കും. പക്ഷെ ഞാൻ ശരിക്കും ഇത് മോയ്സ്ചറൈസറായിട്ട് സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഡേ നൈറ്റ് എപ്പോൾ വേണോ അപ്ലൈ ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യും, നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നതാണ് ഈ അലോവേര ജെല്ല്. ഈ അലോവേര ജെല്ലിന്റെ ആക്ച്വൽ പ്രൈസ് 390 ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയതാണ് ഈ ഗോഡ് സെയിൽ. അലോവേര ജെല്ലും ബീട്രൂട്ട് ലിപ് ബാമും കൂടെ 499 എനിക്ക് കിട്ടിയത്. 290 ആണ് ബീട്രൂട്ട് ലിപ് ബാമിന്റെ, അതായത് ഞാൻ വാങ്ങിച്ച ക്ലാസിക് ബീട്രൂട്ട് ലിപ് ബാമാണ്, അതിന്റെ സെപ്പറേറ്റ് പ്രൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 680 ഉള്ളൊരു സാധനം എനിക്ക് 499 ഒരു കോംബോ ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ശരിക്കും ഈ ഗോഡ് സെയിൽ ഭയങ്കര ലാഭമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഇതിന്റെ കൂടെ കിട്ടിയ കോംബോ ആയ ബീട്രൂട്ട് ലിപ് ബാം നോക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തത് ക്ലാസിക് ലിപ് ബാം ആണ് കേട്ടോ. ഞാൻ ഇവരുടെ ന്യൂലി ലോഞ്ച് ചെയ്ത ദേഗയുടെ ലിപ്സ്റ്റിക് മോഡൽ ലിപ് ബാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടു, അത് ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ ചാപ്ഡ് ലിപ്സിനെയൊക്കെ റിപ്പയർ ചെയ്യും, പിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ ലിപ്സിനെ. പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കും ലിപ്സിൽ. ശരിക്കും പറഞ്ഞാൽ SPF ഒക്കെ ഉള്ള ലിപ് ബാമുകളിലാണ് കൂടുതലും ഈ പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറുന്നത്, ഡ്രൈനെസ്സും പിഗ്മെന്റേഷനും ഒക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് SPF ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് നമുക്കൊരു ചെറുതായിട്ടൊരു പിങ്കിഷ് ഷെയ്ഡ് തരും നമ്മുടെ ലിപ്സിന്. ഇത് ശരിക്കും വേർത്താണ് കേട്ടോ. അപ്പം ഞാൻ കോംബോയിൽ വാങ്ങിയതാണ് അലോവേര ജെല്ലിന്റെ കൂടെ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദേഗയുടെ പ്രോഡക്ട്സിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഐറ്റം ആണ്. അതാണ് അവരുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. SPF 50 PA++++ ഉള്ളതാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ഇത് യൂസ് ചെയ്തിട്ടില്ല. അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ശരിക്കും ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കത് കാണാം. ഇതാണ് ദേഗയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. SPF 50 ഉള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഇത് 700 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ. എനിക്ക് 535 എന്തോ ആണ് ഈ ഗോഡ് സെയിലിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ 535 ആണ് പ്രൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മേക്കപ്പിന്റെ ബേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ റിവ്യൂ വായിച്ചത്. എനിക്കറിയില്ല. അപ്പം എന്തായാലും ദേഗയിലൊരു നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ ദേഗ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ആ ഒരു ട്രസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, മേ ബി ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അണ്ടർ ഐ ക്രീമാണ് പർച്ചേസ് ചെയ്തത്. അതും ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് അണ്ടർ ഐ ക്രീം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഫിനെസ്സും നമ്മുടെ ഇവിടെയുള്ള റിങ്കിൾസും
ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറി നമ്മുടെ കണ്ണിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റിഫ്രഷ് ചെയ്യുന്ന ഫീല് തരാനും ഒരു തണുപ്പൊക്കെ തരാനൊക്കെയാണ്. അതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. ഇതൊക്കെയാണ് റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും പ്രൈസ് കൂടിയൊരു സാധനമാണ് ഇത്. 472 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തത്. പക്ഷെ അതിനുള്ള സാധനം ഇല്ലാന്ന് തോന്നുന്നത്. ശരിക്കും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും, അപ്പം അത്രയും ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അടുത്തത് ഫുഡ് സ്ക്രബാണ് കേട്ടോ. ഫുഡ് സ്ക്രബ് നമ്മൾ എപ്പോഴും സ്ക്രബ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഡെഡ് സെല്ലിനൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സ്ക്രബ്. അപ്പോൾ നമ്മൾ ഫുഡിലായാലും ലിപ്പിലായാലും ഒക്കെ നമ്മൾ സ്ക്രബിന്റെ കൂടെയാണ് നമ്മൾ ഈ ബാമൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ദേഹിയുടെ ഫുഡ് സ്ക്രബ്. ഈ ഫുഡ് സ്ക്രബിനും ഫുഡ് ബട്ടറിനും ഒക്കെ 550 ആയിരുന്നു റേറ്റ്. ഈ ഗോഡ്സെയിൽ 330 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചാടിക്കയറി പർച്ചേസ് ചെയ്തത്. അപ്പം ഇത് ഫുഡ് സ്ക്രബാണ്. സ്ക്രബ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അടുത്തത് ഫുഡ് ബട്ടറാണ്. ഫുഡ് ബട്ടർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം അതിൻ്റെ അമ്മയുടെ കാലാണെങ്കിൽ ശരിക്കും ഭയങ്കര ക്രാക്സ് കൂടുതലാണ് കേട്ടോ. നന്നായിട്ട് ക്രാക്കായി 2 ഫുട്ടും അങ്ങനെയാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയ ശേഷം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ടാണ് നമ്മുടെ ക്രാക്സ് ഒക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങി സെക്കൻഡ് ഡേ തൊട്ട് തന്നെ കാല് നന്നായിട്ട് സ്മൂത്ത് ആവാൻ തുടങ്ങി. ആ ക്രാക്സ് വരെ സ്മൂത്ത് ആവാൻ തുടങ്ങി. അത് കംപ്ലീറ്റ് മാറി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്നായിട്ടൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ബട്ടർ 330 റുപ്പീസിന് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതും എനിക്ക് റിവ്യൂ പറയാൻ പറ്റുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് കൊണ്ട് അവർ നമുക്ക് എന്താണ് ഒരു ഗിഫ്റ്റ് പോലെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഫുഡ് ബട്ടർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫുഡ് ബട്ടറിൻ്റെ ഈ ചെറിയ ബോട്ടിലാണ് കേട്ടോ അവർ ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ ഇതും കൂടെ കിട്ടിയിട്ടുണ്ട്, ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ദേവിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ജെന്യുവൻ റിവ്യൂ ആണ് കേട്ടോ. കാരണം എൻ്റെ ചാനലിൽ നമുക്ക് പ്രൊമോഷൻ ഒരു കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതിനെയും പ്രൊമോട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും പല യൂട്യൂബ് ചാനൽസിൽ നിന്നും റിവ്യൂ കണ്ടിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.